ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഷുഗറൊന്നും ചേർക്കാത്ത ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ബാദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ 10 കാഷ്യൂനട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 10 വാൽനട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിട്ടും ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ ഞാൻ ഇടുന്നതെല്ലാം വേണമെന്നൊന്നുമില്ല. അതുപോലെ 1 ടീസ്പൂൺ മുന്തിരിങ്ങ ഉണങ്ങിയത്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്ന 5 ഈന്തപ്പഴം, കുരു കളഞ്ഞ ഈന്തപ്പഴമാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുതിർക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ 1 മണിക്കൂർ കുതിർക്കാനിടാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നട്ട്സും ഡേറ്റ്സൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ടെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നട്ട്സിലെ വെള്ളം നമ്മൾ കുതിർക്കാനിട്ട വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്തു. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത നട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 1 ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഇത് ദഹനത്തിനൊക്കെ നല്ലതാണ് ഏലക്ക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒത്തിരി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ സ്റ്റേജ്, കാരണം ഒത്തിരി ഒഴിച്ച് നന്നായിട്ട് അരഞ്ഞു വരത്തില്ല. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നട്ട്സൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നിറയെ പാലൊഴിച്ചു കൊടുത്താൽ ഇതിങ്ങനെ അരയാതെ കിടക്കും. അതുകൊണ്ടാണ് കുറച്ച് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ തേനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇനി ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1.5 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്നുകൂടെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ മിൽക്ക് ഷേക്ക് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ചില നട്ട്സൊക്കെ ഒന്ന് അരയാതെ കിടപ്പുണ്ട്, അത് സാരമില്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ നട്ട്സ് അരിഞ്ഞതോടെ ചേർത്ത് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഷുഗറൊന്നും ചേർക്കാത്ത ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.